ഹായ് ഹലോ, നാളെ എൻ്റെ ഒരു ഫ്രണ്ടിന് കരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് ഇച്ചിരി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ വേണ്ടി ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇട്ടതാണേ. അപ്പോൾ 2 പേരുണ്ടായിരുന്നു കരാട്ടിൻ ട്രീറ്റ്മെൻറ്റിന്. അപ്പോൾ കസ്റ്റമർ ചോയ്സ് ആയിരുന്നു കേട്ടോ കരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു അവരോട്, നിങ്ങൾ മുമ്പിൽ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഒത്തിരി മുന്നേ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിലൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ സ്കിന്നിനായാലും ഹെയറിനായാലും എന്ത് ചെയ്യുവാണെങ്കിലും, സ്കിന്നിനാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊരു സ്കിൻ ഡോക്ടറെ ഒരു ഒപ്പീനിയൻ തേടുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പം നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഗോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഡയമണ്ട് ചെയ്യണം, അല്ലെങ്കിൽ പേൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏതാ യോജിക്കാമെന്ന് ഒരു സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് നമ്മളൊന്ന് അന്വേഷിക്കുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും. അത് സ്വന്തം ചോയ്സ്, അത് കഴിഞ്ഞിട്ട് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചോയ്സിനനുസരിച്ച് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ സ്കിന്നിനായാലും ഹെയറിനായാലും എന്ത് കാര്യത്തിനായാലും ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചായിരുന്നു മുമ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇത്തിരി മുമ്പിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് ആയിരുന്നു എനിക്ക്. 2-3 ഫേഷ്യലും ഉണ്ടായിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് എനിക്കൊരു ഗോൾഡ് ഫേഷ്യൽ ഉണ്ടായിരുന്നു. കാരണം അതെൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ പുള്ളിക്കാരിയും ഗോൾഡ് സാധാരണ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പുള്ളിക്കാരിയും പറഞ്ഞായിരുന്നു എന്നോട് ഗോൾഡ് ഫേഷ്യൽ മതിയെന്ന്. അപ്പോൾ അറിയുന്ന വെച്ചാൽ മുമ്പിൽ ചെയ്തിട്ടുള്ളതും അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ എപ്പോഴും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും മുമ്പിൽ ചെയ്തിട്ടുണ്ടോ, സ്കിന്നിന് പ്രോബ്ലം ഉണ്ടോ. അപ്പോൾ എപ്പോഴും നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എപ്പോഴും നല്ലതാണ്. ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു ചോയ്സ് ഇന്നതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ഫേഷ്യൽ എനിക്ക് നിർബന്ധമാണ്, എനിക്ക് ആ ഫേഷ്യൽ വേണം എന്ന് പറയുമ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പറ്റുമോ എന്നുള്ള കാര്യമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. സ്കിന്നിന് ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ച് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഷോപ്പിംഗ് ചെയ്തപ്പോൾ ഞാൻ എടുത്ത എല്ലാ കാര്യങ്ങളും, എല്ലാ ക്രീമുകളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് 2-3 ഫേഷ്യലും കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റും ഒരു ഗോൾഡ് ഫേഷ്യലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഉള്ള എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോടും കൂടെ പറയണം തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എനിക്കൊരു വാക്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഈ വാക്സ് ഞാൻ ചെയ്യണത്. അപ്പം വാക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു ഏത് വാക്സാണ് ചെയ്തിരുന്നത് മുന്നിലെന്നൊക്കെ ചോദിച്ചായിരുന്നു. എല്ലാം ഞാൻ അറിഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സിനായാലും ആർക്കായാലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം സ്കിന്നും ഹെയറും ഒക്കെ ആണല്ലോ. അപ്പോൾ കൂടുതൽ നമ്മൾ അതിനൊരു ശ്രദ്ധ കൊടുക്കണം. അതാണ് എല്ലാം ചോദിച്ചറിഞ്ഞ് ചെയ്യണം എന്ന് എപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സജഷൻ പറയാനുണ്ടെങ്കിൽ അതുകൂടെ എനിക്ക് മെസ്സേജിൽ അയക്കാവുന്നതാണ്. നമ്മൾ ആർക്കായാലും ഇപ്പം സ്കിന്നിൻ്റെ ലെവൽ നോക്കിയിട്ടനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഓരോന്നും ചെയ്യണത്. കസ്റ്റമർ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനും ഇതിനും എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പ്രശ്നം വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.